കൈപ്പ വെൽക്കം ടു ഉള്ളത് ഇപ്പോൾ ഒമാനിലാണ്. ഒമാൻ അത്ത ബോട്ടിൻ്റെ ഏരിയ വെച്ചെന്നുള്ളത് ഞങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. അപ്പോൾ എന്താക്കുക ഇതൊരു ഇൻട്രോ ആയിട്ട് കൂട്ടിക്കോ ഔട്ട്രോ ആയിട്ട് കൂട്ടിക്കോ വീഡിയോ കണ്ടിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോൾ പോലെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫുള്ള് വീഡിയോ ആയിട്ട് കാണാത്തേച്ച് അങ്ങനെ ഫുള്ള് വീഡിയോ ആയിട്ട് കാണല്ലേ, ഞാൻ പോയിക്കോട്ടെ. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ എങ്ങനെ സ്ഥലം കിടല്ലേ? ഗൂഗിൾ വെറുതെ തപ്പി വയ്ക്കുക ക്യാമ്പിങ് സെറ്റപ്പുള്ള സ്ഥലമാണ് വെച്ചിട്ട്. ഇവിടെ എടാ അത് പോകാൻ പറ്റില്ലേ? ഇല്ല, ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അത് കിട്ടില്ല സ്ഥലം. ഇപ്പോൾ ഒരു പാകിസ്ഥാനിൻ്റെ ഇവിടെ പാകിസ്ഥാൻ എത്ര പറഞ്ഞത് റൂം എടുക്കുകയാണെങ്കിൽ 7 റിയാൽ മീൻസ് 70 തരാമെന്നാണ്. അപ്പോൾ റൂം എടുത്താലോ? റൂം നോക്കല്ലേ ആദ്യം, എങ്ങനെയുണ്ട് വൃത്തിയുണ്ട് നോക്കല്ലേ. സംഭവം സെറ്റപ്പാ. ആളുണ്ടാ റൂം എങ്ങനെ? ഒരു കോട്ടേജ് അല്ലേ, കോട്ടേജ് സെറ്റപ്പ് റൗണ്ട് ഷേപ്പിൽ, ഡബിൾ ബെഡ് കാര്യങ്ങളുണ്ട്, AC ഉണ്ട്. വാഷ്റൂം എങ്ങോട്ടാ? നല്ല വാഷ്റൂമാ? വാഷ്റൂമിൻ്റെ സെറ്റപ്പ്. പിന്നെ എന്നുള്ളത് സ്റ്റോർ റൂം അല്ലേ, സ്റ്റോർ റൂം. ലൈറ്റ് ഇട്ടൊക്കെയാ, ലൈറ്റിൻ്റെ അവിടെ സ്വിച്ച് അറിയാണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്ര? 70 റംസ് അല്ലേ? 70 റംസ് പറഞ്ഞത് നാട്ടിൽ ഏകദേശം 1500 ഉണ്ടാവും. അപ്പോൾ തുറപ്പിക്കല്ലോ. അപ്പോൾ ഏത് അപ്പോൾ നമ്മളൊന്നാണ് സാധനം എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് സാധനം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ, ബാക്കി പിന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അബുദാബി വന്ന് നോക്കുമല്ലേ, നല്ല നേച്ചർ, കിളികളും നല്ല സൗണ്ടും, പിന്നെ ഇതിൻ്റെ എമ്പക്കോ അങ്ങനെ നമ്മളെ പടക്കത്തില്ല കട. വണ്ടിയിൽ നോക്കുമ്പോൾ കുട്ടികൾ എണീച്ചിട്ടുണ്ട്. കുട്ടികൾ നമ്മൾ ഇതേ ഈ ഒരു ബെഡ് സെറ്റപ്പിലാണ് കിടത്തിയത്. അങ്ങനെ അവിടെ കിടക്കുക. ഇത് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഷോപ്പിൻ്റെ പേജുണ്ട്, GameStop.in. അതിൽ ഞാൻ ഇട്ടൊരു വീഡിയോ ആണ് ഇത്. ഈ ഒരു ബെഡിൻ്റെ വീഡിയോ ഇട്ടേക്ക് 55 റംസ് വരുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ എയർ ബെഡാണ്. പിന്നെ അടിയിൽ സാധനം വരും സപ്പോർട്ട് വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു എയർ അടിച്ചിട്ടുള്ള ഒരു പില്ലോം വരും. അതുകൊണ്ട് കുട്ടികൾ എന്താണ് നല്ല സുഖത്തിൽ കിടന്നുറങ്ങി. അബുദാബിന്ന് വിട്ടേരെ കിടന്നുറങ്ങി അല്ലേ അപ്പോൾ ഏകദേശം ഒരു 12 മണി തൊട്ടിട്ട് ഇപ്പോൾ സമയത്ത് 6 മണിയല്ലേ, അതുവരെ ഉറങ്ങി വളരെ നല്ലൊരു സംഭവം. ഈ ഒരു ബെഡ് പിന്നെ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് സാധനമുണ്ട്. അപ്പം എന്താക്കണ്ട, മേടിക്കണ്ടല്ലേ, മേടിക്കണ്ട. നമ്മുടെ മറ്റേ പേജ് പറയുന്നത് മേടിക്കണ്ട, കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. GameStop.in എന്താ അയാളോട് ഉറക്കുന്ന നല്ല തണുപ്പുണ്ടല്ലേ, അതുകൊണ്ട് ചേർന്നുകൂടി കിടക്കുന്ന വെച്ചൊക്കെ ഉണ്ട്. ഗൈസ് ഇത്രയും നല്ല റൂം വൃത്തിയാക്കുന്ന തനി മലയാളി. റൂമൊന്ന് അലക്കിയിട്ട് നേരെ ഇവിടെ കൊണ്ട് ചാറിയിടുന്ന അതാ റൂം സ്ഥലമില്ലടാ. ഓ അങ്ങനെയാ, എന്താ ചെയ്യാ, പറയിപ്പിച്ച് ഒമാനിൽ വന്നിട്ടും നമ്മൾ പറയിപ്പിക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെ ഗൈസ്. ആരൊക്കെ സാധനം എടുത്തിട്ട് ഇതൊക്കെ കോട്ടേജിൻ്റെ മേലിൽ ഇറങ്ങിയിട്ടില്ല. മൂന്നായി ഇപ്പോൾ എണീച്ചിട്ട് നല്ല വിശപ്പ് എണീച്ചോണ്ടേ. അപ്പോൾ നമ്മളടുത്ത് സ്റ്റൗ ഉണ്ടായിരുന്നു, സ്റ്റൗവും മാഗിയും പിന്നെ ഫ്രൈ പാൻ ഉണ്ട്. അതുകൊണ്ട് എന്താക്കി മാഗി ഉണ്ടാക്കണം. അരിയും കറിയിലുണ്ട്, പിന്നെ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞത്. ഇപ്പോൾ വാങ്ങിയിട്ട് വരണം, ചോറുണ്ടാക്കണം, ചോറും കറിയിൽ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം എന്താക്കട്ടെ, ഈ മാഗി തരട്ടെ, ബാക്കി പിന്നെ കാണാം. എല്ലാം റെഡി ആയിട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള ചെയറും ടീപ്പോയാണ് നമ്മളെന്താക്കി പുറത്ത് ബാൽക്കണിയിൽ കൊണ്ടുപോയിട്ടിട്ട്. ബാൽക്കണി എന്ന് പറയുന്നതല്ലേ വരാൻ തന്നു,
വരാന്ത കൊണ്ടിട്ട് നല്ല വ്യൂവും കണ്ടിച്ചെന്നൊക്കെ ചായയും മാഗിയും തിന്നാം. ഇവിടെ നമ്മളെ സ്റ്റേ സൂപ്പറാ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് സ്റ്റേ അല്ലേ. നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ നോക്കിയതാണ്. ക്യാമ്പിങ്ങിൻ്റെ സാധനം നോക്കിയല്ല, ക്യാമ്പിങ്ങിൻ്റെ എല്ലാ സെറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. ടെൻറ്റും പിന്നെ എന്താ പറയുക സ്റ്റൗവും പാത്രവും ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ക്യാമ്പ് അടിക്കാൻ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ നോക്കുമ്പോൾ ചെറിയ ഇത് കിട്ടി. ഇത് 70 റംസിനാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇപ്പം നമുക്ക് റൂം കിട്ടിയത്. അതാകുമ്പോൾ ബാത്റൂം കാര്യങ്ങളുണ്ട്. ഫാമിലിക്ക് ആകുമ്പോൾ കുളിക്കാൻ പറ്റില്ല ചെയ്യാലോ. അപ്പോൾ അതുകൊണ്ട് ഇതെടുത്ത് ഞാൻ സീരിയസ് കൈമുട്ടിയാ പറഞ്ഞ തോടെല്ലാം എനിക്കൊന്ന് വലിയൊരു ഭയം ഞാൻ തോന്നുന്നു. മഴ പെയ്തതിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. അറബിയിൽ വാദി എന്ന് പറയും. നമ്മൾ വന്ന വഴി അതുകൊണ്ട് ആ റോഡ് അങ്ങോട്ടേക്ക് ഇടിഞ്ഞു പൊളിച്ചാള് വെള്ളം പോയിട്ടിട്ട് തോന്നുന്നു. വരുമ്പോൾ നല്ല സീനാണ്. സംഭവം സൂപ്പർ സ്ഥലം. ആരെങ്കിലും ജോയി ചെയ്യുന്നില്ല ഇങ്ങോട്ടേക്ക് അമാല് വരുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം. നമുക്ക് പോലെ പിന്നെ കുറച്ച് ഇറക്കണം ചൊറിയിപ്പല്ലേ. ഇപ്പം എണീച്ച് സമയത്തിന് 5:30 മണി ആയിട്ടേ അപ്പോഴത്തേക്ക് ഇരുടായി തുടങ്ങി. ഇനി എന്താണോ ഗ്രോസറി പോയിട്ട് കുറച്ച് വീഡിയോയിൽ അങ്ങനെ ഇരുട്ട് പോലെ ഇല്ല. അങ്ങനെയാ അത് ഐഫോണിൻ്റെ പറ്റിയതെന്ന് തോന്നുന്നു. ഏതായാലും എന്താണോ ഗ്രോസറി പോയിട്ട് കുറച്ച് പച്ചക്കറി സാധനം വേണം. പിന്നെ താഴത്ത് വെള്ളമില്ല രാവിലെ കണ്ടേ അവിടെ നിൽക്കാനൊക്കെല്ല കുട്ടികളെ കൂട്ടിയിട്ട് ഇരുട്ടാന്ന് മുന്നേ പോയിട്ടില്ല. അമ്മ ഇയാൾക്ക് പൂച്ച കിട്ടി. ഇഷ്ടപ്പെട്ടിനാ? ഇരുട്ടാന്ന് മുന്നേ പോയിട്ടല്ലോ. വാ അമ്മനെ വാ. എപ്പോഴും കേട്ടോ അവിടെ ചോദിക്കണ്ടേ വൃത്തിയുണ്ട് വെള്ളം. ശരിക്കും ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പൊളിക്കും. വെള്ളം ഇങ്ങനെ നാട്ടിലോട്ട് പോയ കുത്തിയിരിക്കുന്ന മേടിക്കല്ലേ. ഇത് മഴത്ത് വരണം. ഇവിടുത്തെ വെള്ളാട്ടാ യൂസ് ചെയ്യുന്ന തോന്നുന്നു. മോട്ടറെല്ലാം വെച്ചിട്ട് അല്ല ഓനെ വിടുന്നില്ല പൂച്ച. ഓനൊരു കഷ്ണ റൊട്ടി കൊടുത്തു. അത് നീ തടയി കൊടുക്കുന്നു. ബാ ബാ നീ ബാ. നമ്മളെ പുതിയ ഗസ്റ്റ് കിട്ടിച്ചേട്ടാ. പേരെന്താ അതിന്റെ? അമ്നു ആരാ? അമ്നാനി ഹമാനി ഇതെന്നാ? നമുക്ക് ചിമ്നാനാക്കാം. നമുക്ക് അബുദാബി കൊണ്ടുപോവാ. മേലെ നട്ട് അരുവിന്നോ തോടുന്നോ പോയോ എന്തെങ്കിലും പറയാം. അറബിയിൽ വാദി എന്ന് പറയുന്നത്. എന്ത് കുറച്ച് മുമ്പ് വന്നോടെ റൂമിൽ മേഗി തന്നു. നമ്മുടെ താരത്തിലപ്പോ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടാ. നല്ല വൃത്തിയുള്ള കല്ലെടുത്ത് ഇത് വളർത്തി തണുപ്പുണ്ട് നോക്കിയാ. ഒഴിക്കല്ലോ ഉള്ളല്ലേ. ഇവിടെ വരുന്നില്ല ഈ ഉറവുണ്ടോ ഒളി? അപ്പൊ ഉറവുണ്ടോ? ഒഴിക്കുന്നുണ്ടല്ലോ. എന്താ ഉച്ച വിടുന്നില്ല. റംജാനൊരു അപ്പം കൊടുത്തില്ല പറയുന്നത്. സോറി അമ്മാന്. നീ ഇതാ കൊടു. എന്ത് കുട്ടിയൊക്കെ ഇതല്ലേ രസം. കുളിപ്പിക്കാൻ നിൽച്ചോളാം.
കളിച്ചോട്ടെ പിന്നെ റൂം പോയിട്ട് കുളിപ്പിക്കാം. അങ്ങനെ അതിന്റെ ചെരുപ്പ് മാറ്റി കൊടുത്തുവിടാനാ. ചെരുപ്പ് നല്ലതാണ്. അമ്മ വാ 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 അമ്മ. നല്ല തണുപ്പിട്ടാ. സൂപ്പർ സ്ഥലം, സൂപ്പർ ഇതല്ലേ ഒരു പ്രോപ്പർട്ടി. ആരെങ്കിലും അത്താ ബോർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നോ നല്ല അടിച്ചോടിക്കാം. അങ്ങനെയാ. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തമായിട്ട് കൊടുക്കട്ടെ അവർ വാടകയ്ക്ക് 1000 രൂപ കേട്ടോ കൊടുക്കുന്നു, 1000 ദിവസം. അപ്പോ എൻ്റെ മക്കളെ വേണ്ട, എനിക്ക് പുതിയ ആളെ കിട്ടിയല്ലേ. പൂച്ച എന്തായാലും സ്നേഹം. മക്കളെല്ലാം ഇട്ടിട്ടോളൂ പോയി. അമ്മ അമാൻ ബാ. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടല്ലേ. അപ്പോൾ നല്ല ഒഴുക്കുള്ള സ്ഥലം, ഒഴുക്കുണ്ട്, ഇവിടെ ആയമുണ്ട്. ആ ഇപ്പോൾ കുട്ടിയെ കുളിക്കാം, കുട്ടികളെ പിടിച്ച് മുക്കാം. ആ അപ്പം ബാക്കി പിന്നെ കാണാം. വേറെ കുട്ടികളെ പിടിച്ച് മുക്കട്ടെ. ഇതൊക്കെ അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഇഷ്ടമായിരിക്കും. വിസിറ്റേഴ്സ് വിസാൻ ഇറങ്ങിയില്ല കൈ, അതിനുവേണ്ടി കാത്തിക്കുന്നു. ഇപ്പോൾ ദുബൈയിൽ വിസിറ്റേഴ്സിന് നിയമമെല്ലാം മാറിയിട്ടില്ല. ഇത് വന്നാണ് ഇറങ്ങുന്നത്. നാളെ കൂടി ഒന്ന് ട്രൈ ചെയ്തേക്കാം അല്ലേ. വന്നപാട് ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് പോകാൻ മനസ്സില്ല, എന്നാലും സോപ്പ് പോകാൻ ചെയ്യണം. അങ്ങനത്തെ അവസ്ഥയല്ല. പക്ഷേ ഇവിടെ ഒറ്റയ്ക്ക് വെക്കാനും പേടി. ഇവിടെ ഇവിടാക്കി നമുക്ക് അബുദാബി പോകാനും പറ്റില്ല. നോക്കാം, നമുക്ക് എത്തി നോക്കാം. മണ്ടേ തണുപ്പല്ലേ, തണുപ്പ്. അങ്ങനെ കളിച്ചോട്ടെ. ഇതിന്റെ അവസ്ഥ നമുക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തകർക്കാണ്. ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ മസാജ് ആക്കി കൊടുക്കും. പൂച്ചാണോ പൂച്ച മാവു. പോവാ മരു സമയായി. അതൊരു വിശ്വാസം പണ്ട് തന്നെ. മാമനെ ചെരുപ്പിട്. ഇനി 4 വരാം, 4 ഇടണ്ടെങ്കിൽ ഇവിടെ വരാം. അങ്ങനെ താഴെ മേലെത്തിയല്ലേ. രസമുണ്ട്. നല്ല ഒരു തണുപ്പ് കാറ്റ്. ഇതൊക്കെ ഒന്ന് അധികം ആർക്കും അറിയാട്ടെ റിസോർട്ട് ഓവർക്രൗഡുണ്ട്. നമ്മൾ തന്നെ രാജാവ്, നമ്മളും ഒമാനിയും നമ്മൾ താഴെ മേലെത്തി രാത്രി ആകുമ്പോഴത്തേക്കല്ലേ ഒരു റിസോർട്ടിന്റെ കൊച്ചു വാർത്തയിലുണ്ട്. കിട്ടില്ല കേട്ടാ. കൊച്ചു ആൾക്കാരുടെ ലൈറ്റ് ഒന്നും ഉണ്ട്. സെറ്റപ്പ് സ്ഥലം. പൂച്ച പൊട്ടിച്ചേ നമ്മളിപ്പോ തന്നെ വന്ന് അബുദാബി അതന്നെ പറഞ്ഞ അബുദാബി കൂട്ടാതെ ഞാൻ പാസ്പോർട്ട് മനസ്സിലെല്ലാം ചാർക്കോളുണ്ട്. ആ ചാർക്കോളുണ്ട്. ചാർക്കോളുണ്ട് നോക്കിയാൽ കുഴപ്പം. ഒമാനി ആയിട്ടുണ്ടോ വിറകുണ്ടല്ലോ, എല്ലാം ഉണ്ട്. സെറ്റപ്പ് ഫുള്ള് സെറ്റപ്പ്. സാധനമുണ്ടോ? ഇപ്പൊ മാത്രം വാങ്ങിച്ചു കത്തിക്കുന്ന ജെല്ലുമാണല്ലേ. ജെല്ല് വേണം. എന്താ കഴിച്ചല്ലേ ചിക്കൻ ചെണ്ണോ അല്ലെങ്കിൽ ചിക്കൻ കറി വെക്കാം. വീഡിയോ കാണല്ലേ ഉണ്ടാക്കാം. ഫസ്റ്റ് വന്നപ്പോ ഫുഡ് സ്റ്റഫ് സെല്ലിങ് അവിടെ നമ്മൾ അബുദാബിയാണ് വക്കാറാന്ന് ചോദിച്ചതല്ലേ. ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. പൈസ ഇല്ലേറ്റ് ബോർഡറിൽ പോയിട്ട് നല്ല പൈസ എടുത്തു അവിടെ സാധനമാവട്ടെ. അപ്പോൾ നമ്മൾ അരിയും സാധനം വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഉണ്ട്, ചിക്കൻ കറിയും നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അതല്ല അപ്പം ഉണ്ടാക്കുന്നത് ചിക്കൻ കറി നെയ്ച്ചോറാ
ചിക്കൻ കറി നെയ്ച്ചോറ പൊളിക്കും. പിള്ളേരുള്ളവരുണ്ട്. ഏതായാലും ഈ ഫുഡ് ഉണ്ടാക്കി കാണാല്ലേ? ഞാനാ നോക്കാം. എന്തായി പച്ചക്കറി സെറ്റാക്കിയാ? ഇവിടെ ഒരു പുറത്തൊരു പൈപ്പുള്ള സുഖം അല്ലേ? കണ്ടാ ഇവിടെ പുറത്ത് ഒരു പൈപ്പ് സെറ്റപ്പ് ഉണ്ട്, അവിടെ നല്ല സുഖമാണ്. വൃത്തിയെന്ന് വെച്ചാൽ വെള്ളം വൃത്തിയില്ല, എന്നാലും സാധനങ്ങളൊക്കെ നോക്കിയാണ് കേട്ടെ. കയറ്റി ഫുഡ് അടിക്കട്ടെ നോക്കടാ. എന്നാലാ ചിക്കന് വെറും ചിക്കന് ഓഹോ എന്റെ ഐഡിയ അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യലുണ്ട് അങ്ങനെ. എന്റെ പച്ചക്കറി സെറ്റ് ആയിട്ടുണ്ട്. ഓഹ് താങ്ക് യു. മടിയുണ്ട് വേറെ മടിയുണ്ടോ? ആശാനതാ കുക്ക് ചെയ്യുന്നു എൻ്റെ മോന്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തിന്നുന്നുണ്ട്. ചിക്കൻ എന്താടാ വന്നിട്ടില്ലവോ? ഇങ്ങനെ കുക്കറിൽ അടച്ചു വെച്ചേക്ക് വിസിൽ വരുന്നില്ലല്ലോ. എടുക്കണേ നെയ്ച്ചോറാ എടുത്തു. എൻ്റെ അരികൾ എങ്ങനെ ഉണ്ട്? സെറ്റാ? ഓഫ് എന്താ ചെയ്യാ? ഓക്കെ അങ്ങനെ. ഈ അടുപ്പല്ലേ നല്ല കെട്ടിട ഉപകാരമാണ്. നമ്മൾ പടിയിൽ കൊണ്ടുപോയിനാ ഇതിന് മുന്നേ ഞാനൊരു അടുപ്പ് വയ്ക്കാം. അതിന് പശം അതൊരു കണ്ടായി വയ്ക്കും. അടുപ്പ് ഭയങ്കര മോശം, കാരണം ഗ്യാസ് തീരെ നിൽക്കില്ല. ഇപ്പോൾ ഒരു സിലിണ്ടറിന് അത്യാവശ്യം നിൽക്കുന്നുണ്ടല്ലേ, കുറേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുപ്പ് സൂപ്പറാണ്. ഇത് നമ്മളെ ഏത് കമ്പനി സാധനമുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ എത്ര 45 ദിർഹംസ് ടൈം കൊടുക്കും. എനിക്ക് ഗ്യാസ് മാത്രമല്ല, ഈ സിലിണ്ടർ മാത്രമല്ല, ഡയറക്റ്റ് നമ്മൾ ഗ്യാസിൻ്റെ സിലിണ്ടറൊന്നും കണക്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഉപയോഗിക്കാൻ സുഖമാണല്ലോ. ജസ്റ്റ് ചെയ്ത് തിരിച്ചാൽ സംഭവം ഓപ്പണായി. സൂപ്പർ സാധനം. മാഷാ അല്ലാ നല്ല വൈബാണ് ഈ റിസോർട്ട്. നമ്മളെ കോട്ടയച്ചതാ വൈഫാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നല്ല രസമുണ്ട്. നേരത്തെ നമ്മൾ പോയ സ്ഥലം, മറ്റേ വെള്ളത്തിൽ പോയ സ്ഥലം, അവിടെ ഇരുന്നിട്ട് എന്താക്കാം നോക്കാം. സൂപ്പർ സ്ഥലം. നമ്മളെ ചിക്കൻ കറി കിട്ടാനുണ്ട്. വന്നിട്ട് നോക്കാം. വെയിറ്റിംഗ് ഫോർ ചിക്കൻ കറി ആൻഡ് നെയ്ച്ചോർ. ചിക്കൻ്റെ മസാല പിടിച്ചിരിക്കുന്നല്ലോ. അങ്ങനെ പൊരിയട്ടെ കിടന്ന് പൊരിയട്ടെ മോളെ. നെയ്ച്ചോറിൻ്റെ അരി ഇവിടുന്ന് കിട്ടിയെടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് എന്താന്ന് ടേസ്റ്റിന് അറിയില്ല. അതിപ്പോൾ തന്നോക്കണം, കഴിച്ചാലേ മനസ്സിലാവും അല്ലേ. ബാക്കി പിന്നെ കാണാം, തിന്നുമ്പോൾ കാണാം അല്ലേ. അപ്പം എന്താടാ ഫുഡ് സെറ്റാ? എന്തല്ല ഏത്? ചിക്കൻ കറി, ഓക്കെ ഓക്കെ, നെയ്ച്ചോറ്. മാഷാ മാഷാ. സംഭവം എന്നാൽ നമ്മളെന്താ ഫുഡ് അടിക്കട്ടെ അല്ലേ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ബാക്കി പിന്നെ കാണാം. ഓക്കെ. അതിന് റിമോട്ട് തരാ, റിമോട്ട് തരാ, റിമോട്ട് തരാ. എ സി എഫ് റിമോട്ട് തരാ. നീ പഠിച്ചോടാ പഠിച്ചോനെ. എ സി റിമോട്ട് കൊണ്ടു നിൽക്കല്ലേ. ഏതാ കുട്ടികളെ കാര്യം. എനിക്ക് തണുപ്പില്ല, ഒന്നുമില്ല. കൂട് അങ്ങനെ. എപ്പോൾ സമയത്ത് 4:30 മണിയാ, വൈകുന്നേരം 4:30 മണി. ഇപ്പോൾ അത് ചോറ് കഴിക്കുന്നത്. രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കുകയും വിട്ടതല്ലേ, പിന്നെ ഒന്നും അതിൻ്റെ മാനസികാവസ്ഥയല്ല. കാരണം ഇവിടെ വിസിറ്റ് വിസ എന്തായിട്ടില്ല, ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഫോൺ വിളിയും കാര്യമില്ല, അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തു. ലാസ്റ്റ് ഇപ്പോൾ 5:30 വിസ ഇറങ്ങുന്നല്ല പറഞ്ഞത്, അറിയില്ല. അപ്പം ചോറെല്ലാം കഴിച്ചിട്ട് ഒന്നിക്കൽ റൂം വെക്കേറ്റ് ആവും, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിൽക്കേണ്ട പ്ലാനുണ്ട്, പറയാൻ അറിയില്ല. അതായത് ബാക്കി എന്തൊക്കെ ചോറ് കഴിക്കട്ടെ. പിന്നെ ഇവിടെ മറ്റരിയത്തുള്ളതില്ലേ അരുവിയ, അവിടെ നിന്ന് പോകാൻ പറ്റുമെങ്കിലും അവിടെ പോയിട്ട് ബാക്കി പിന്നെ അടുത്ത വരെ കാണാം. കുറേ നേരം ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നത്. ഇപ്പോൾ ബാക്കി വണ്ടി കണ്ടിട്ട് ഓടിക്കാൻ പോയി.
चला सकते हैं? क्या चला सकते हैं? चलाना मालूम है, चलाओ। अरे वाह। कल बनाया? कल बनाया 430 का। ध्यान ओडिचो हाँ സ്കൂട്ടർ തന്നെയാ? സ്കൂട്ടർ ഉണ്ട് പക്ഷേ ഇത് കാല് വെക്കും. എന്ത് ബ്രേക്കിലുണ്ട്. തിരിക്ക്. ഏതാ വണ്ടി കയറി പേടിച്ചു കൊടുക്കില്ല. വണ്ടി ചെറുതായിട്ടൊന്ന് വീണ് സൂപ്പർ ആക്സിഡന്റ് ഉണ്ട്. ഓക്കെ സൂപ്പറോട്ടെ. കോണി തന്നെ ഇവിടെ വണ്ടി കഴിഞ്ഞിട്ട് വീട് കണ്ട മനസ്സിലാവും. എടപ്പ സൈഡ് പിടിച്ചത് റേസ് കൊടുക്കല്. അങ്ങനെ പക്ഷെ ഇവനിതാ എന്തോ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പാടിയാണ്. നമ്മള് സിം ചെയ്യുമ്പോ നമ്മള് എന്തെങ്കിലും വണ്ടി ഓട്ടിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പേടിയാണ് എനിക്ക്. ഞാനൊന്നല്ല ഇങ്ങനെ ഓട്ടിക്കുന്നുണ്ടെങ്കിൽ പേരും കൊടുക്കും. കുറച്ച് ഓർക്കായിരിക്കും അവർക്ക്. അപ്പൊ എന്തൊക്കെ അപ്പൊ കുളിച്ചൂടെ ഒന്ന് നമ്മളെ കുളിച്ച് രണ്ടാമത്തെ ഡ്രസ് ചെയ്തു. അങ്ങനെ വിസ ഇന്നും ഇറങ്ങിയിട്ടില്ല ഗൈസ്. ഇത് ഡേ 2 അല്ലേ? നൈറ്റ് ഡേ 3 ഡേ 2 ആ ഡേ 2 നൈറ്റാണ്. ഇന്നത്തെ രാത്രിത്തെ ഫുഡ് നല്ല ദോശ പിന്നെ മുട്ടക്കറിയാ. അപ്പോൾ വലുതാശം മുട്ടക്കറി അടിക്കട്ടെ. വിസ ഇപ്പോൾ ഇറങ്ങുന്നൊരു ഹോപ്പുണ്ട്. ഇപ്പോൾ ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങും. നാളെ കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാളെ ഇവിടെ ഹോളിഡേ ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ച ഇറങ്ങാം. എല്ലാം കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും ദോശയും മുട്ടക്കറിയും കൂടിയിട്ട് ഇന്നത്തെ ഡിന്നർ അടിക്കട്ടെ. വെറുതെ തരാം. നമ്മൾ ഇതിലെ റിസോർട്ട് സ്വന്തമാക്കി ഇവിടെ കുക്കിയിട്ട് നമ്മൾ സ്പീക്കറും വെച്ചിട്ട് പാട്ടറും വെച്ചു ഒച്ചത്തിൽ കോപ്പി റേറ്റ് കൊണ്ട് ഇപ്പോൾ ഓഫാക്കിയത്. എന്ത് വേണം ഒച്ചപ്പാടൊക്കെ ആരുമില്ല റിസോർട്ടിൽ, നമ്മളെ ഉള്ളൂ. എന്നാലും നമ്മളിപ്പോൾ പോവാം. ഞാൻ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. ദോശയും മുട്ടക്കറിയാണ്. പിന്നെ സന്തോഷ വാർത്തകളല്ലേ? സന്തോഷ വാർത്ത കുറച്ചിട്ട് വന്നിടാം. ഈ സ്ഥലവും ഇങ്ങനെ പുറത്തുനിന്ന് ടെൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ വന്നാൽ അവർ ടെൻറ്റ് അടിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കും. 20 dirhams അവർ എന്താണ് വാടക എന്താന്ന് ചോദിക്കുന്നത്. 20 dirhams പറയുമ്പോൾ 2 റിയാൽ. ടെൻറ്റ് അടിക്കുകയും ചെയ്യാം. പിന്നെ ഈ ടോയ്ലറ്റ് ഉണ്ടോ, ഫുള്ള് ഫെസിലിറ്റിയുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അത് 2 റിയാൽസാ مثال حمام؟ ايه في 12 حمام. اوكي 12 حمام و سلام. ഇതാണ് നമ്മളെ ഈ പ്രോപ്പർട്ടിൻ്റെ ഓണറാണ് മൂപ്പർ. ഇത് നമ്മൾ ഭയ്യ कितना बना 20 dirham ना 10 बनाने के लिए. यानी वो लोग वो सामान लेके आएगा, खेमा अपना लगाएगा 2 रियाल. 2 रियाल. और बाथरूम फैसिलिटी भी देगा? बाथरूम है, वो भी यूज़ कर सकता है, ग्रिल भी इस्तेमाल कर सकते हैं. ओके इंशाल्लाह. Thank you. شكرا. ഓക്കെ ഈസി റെഫർ മെസ്സാണ് ഷൂഫ്. ان شاء الله. ഓക്കെ കോട്ടേജ് ആണെങ്കിൽ 15 റിയാൽ വരും. 150 dirhams അങ്ങനെ വരും. അത് ഡിസ്കൗണ്ട് അവരാക്കി തരും. വന്നിട്ട് നമ്മളെ പേര് പറഞ്ഞിനി ഇപ്പോൾ ഡിസ്കൗണ്ട് ആക്കി തരും. ഇവിടെ ക്യാമ്പ് അടിക്കുകയാണെങ്കിൽ 20 റിയാൽ വരും. വേണമെന്നുണ്ട് എന്താക്കുക എന്താ പറയുക, ഒരു നല്ലൊരു ടീമാണ്, നല്ലൊരു എന്താ പറയുക ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കുള്ള സന്തോഷം തന്നെ. ഇത് വാതിൽ തുറന്നിട്ട സമയത്ത് ഉള്ളിൽ കയറിയ ഒരു പക്ഷിയാണ്. നമുക്ക് നമ്മളിപ്പോൾ തുറന്നു വിടും. അതുപോലെ നമുക്ക് സന്തോഷമുണ്ട്. ഇവിടെ കുട്ടികളുടെ ഓണം വിസ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന നല്ല പേക്കൊക്കെ വേണം. പേക്കാക്കിയിട്ടെന്താണ് അബുദാബി പിടിക്കട്ടെ. ആ സമയത്ത്
ഒരു 3 മണിക്ക് അബുദാബി വിട്ടു. അപ്പോൾ ബാക്കി വീട്ടിൽ തുറന്നിടണം. അപ്പോൾ പോകാൻ തുറന്നോട്ടെ പോകുന്നില്ല പോകുന്നില്ല. പക്ഷിനെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷി സേഫ്. നമ്മള് പോട്ടോ അബുദാബിയിലേക്ക്. നമ്മള് വണ്ടിയിൽ സാധനം കെട്ടി സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോ അല്ലേ സെറ്റാടാ ബെഡിൽ കെട്ടിരിക്കുന്ന കാറ്റ് കുറഞ്ഞക്കാ അങ്ങനെ കാറ്റടിക്കണം. ബ്ലാങ്കറ്റ് സാധനങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. നേരെ പിടിക്കട്ടെ. ഒന്ന് കത്ത ബോട്ടർ അല്ലെങ്കിൽ ഒരു അലൈൻ ബോട്ടുണ്ട്, അത് പിടിക്കണം. അതൊന്നും പിടിച്ചിട്ട് ഇപ്പോൾ പോകണം. അപ്പം ബാക്കി വീഡിയോ പിന്നെ കാണാം. കുട്ടികൾ സെറ്റാ? കുട്ടികൾ സെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റാ സെറ്റാ? ഞാൻ വണ്ടി ഓടിക്കുന്നത് അത് ഈ നാട്ടിൽ ലൈസൻസ് എന്നിട്ട് ഇവിടുത്തെ വണ്ടി എടുക്കട്ടാ. അപ്പോൾ ഗൈസ് എന്താന്ന് നമ്മൾ പോട്ടെ, ബോർഡറിൽ പോട്ടെ. എൻ്റെ അബുദാബി പിടിക്കട്ടെ. ബാക്കി എന്ന് പോകുന്ന വയ്ക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം വീഡിയോ ചേർക്കാം. നമ്മൾ അല്ലയില്ല ഇവിടെ ഇങ്ങനെ വന്ന സമയത്ത് നമ്മൾ B11 നോക്കി വന്നില്ലേ, പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ടങ്കിലെ ഈ പിസ്താശ കൊണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. 9 റംസ് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് നമ്മുടെ ബബിൾ ടീ അടിച്ചു വെക്കാം. കുട്ടികളെല്ലാം നല്ല നോക്കുന്ന വണ്ടിയിൽ നമുക്ക് ഭയങ്കര സങ്കടം. കുട്ടികൾക്ക് കൊടുക്കാണ്ട് നിന്നിട്ട് ആണോ പാസ് വേണോ? ഒന്ന് പാസ് വാങ്ങാം. എന്താ പറയുക, ഓൾമോസ്റ്റ് ഇത് 24 hours B11 ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് B11 ലൈറ്റെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ക്ലോസ് ആക്കിയാണ് ഷോപ്പ്. എന്നാലും ഡോണറ്റ്സ് അടിക്കല്ലേ, ബാക്കി പിന്നെ നോക്കാം. പിസ്താഷോ ഡൊണറ്റ് ജമിയ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് പിസ്താഷ്യോ ഫില്ലേറ്റ് കുനാഫുണ്ട്. മധുര വെറൈറ്റി അങ്ങനെ കട്ടിലെ ചോക്ലേറ്റ് പുള്ളി പിസ്താഷ്യോ ഫില്ലേറ്റാ സമയം പറയട്ടെ. ഞാൻ റിവ്യൂ ചെയ്യണ്ടില്ല. എന്താ സീസണിൻ്റെ ഇവിടെ റിവ്യൂ ചെയ്താൽ കറക്റ്റാണ്. സൂപ്പറാ. ഇത് ഡോണറ്റ് കസ്റ്റർഡ് ക്രീമിൻ്റെ അത് നോക്കിയാൽ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ സൂപ്പർ ടേസ്റ്റാ. നോക്കട്ടെ. ലാസ്റ്റ് അമ്മാനുണ്ടാവുക മോന് വേണ്ടിയിട്ട് വെക്കുന്ന തിന്നോട്ടെ. ഇത് മേടിച്ചേ അല്ല ഭയങ്കര ടേസ്റ്റ്. സൂപ്പറാണ്. ഒന്നിനായിട്ട് ടേസ്റ്റ് വന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കല്ലേ. എന്തെങ്കിലും കസ്റ്റർഡ് ഡോണറ്റ്സും സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കോ. ഡോണറ്റ്സിൻ്റെ ഒപ്പം കിട്ടിയത് അല്ല, കോഫീൻ്റെ ഒപ്പം ഡോണറ്റ്സ് കിട്ടി. ഇത് കസ്റ്റർഡ് കാരണം ഇതിന് 16 റംസാണ്, ഈ ഡോണറ്റ്സിന് 7 റംസാണ്. സെപ്പറേറ്റ് വാങ്ങുമ്പോൾ ഇത് രണ്ടും കൂടി ഒപ്പരം വാങ്ങുമ്പോൾ 19 റംസ്. രണ്ട് സാധനം കയ്പ അതെ. ആദ്യമായിട്ട് കോഫി അടിച്ചത് പോയി പോന്ന നമ്മളിട്ട് ഞാൻ കുടിച്ചത് ശരിയല്ല. ടേസ്റ്റ് ചെയ്തോ. ഇഷ്ടപ്പെട്ടില്ല. അതാ ഞാൻ കോഫി ഇത് കുടിച്ചാണ്ടല്ലോ ഉറക്കില്ല. ട്രൈ ചെയ്യണില്ല. ഓ സൈഡായി ഗൈസ്. എന്താ കോഫി എന്താ ടേസ്റ്റില്ല? എന്താ
പിന്നെ കോഫി കയ്പലണ്ടാ ഇങ്ങനെ നാടടിയനു കൊടക് നാടക കോഫീൻ്റെ ഏതാണ് എന്താ പറയുക സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ അങ്ങനത്തെ ഒരു സ്ഥലം പറയുന്നത് കോഫീൻ്റെ നാടാണ് എൻ്റെ കൂടുതലും കോഫി പിടിച്ചിട്ടില്ല എന്താ ചെയ്യാം. സംഭവം വെച്ച് ഇത് അബുദാബി അല്ലെങ്കിൽ അബുദാബി പോകുന്ന റോഡാണ്. ഇവിടെ അധികം ഉണ്ട് ഈ റോഡിൽ എന്ത് കോട കുറച്ച് ശ്രദ്ധിച്ചോടിക്കണം. കാരണം മുന്നിൽ വണ്ടി ഗേറ്റിലാകുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ വീടിൽ കുറച്ചെങ്കിൽ റോഡ് കാണുന്നുണ്ട്. ഈ ലൈന് പിടിച്ചിട്ട് പോയാൽ പ്രശ്നമൊന്നുമില്ല. അബുദാബി എത്താനായിട്ടുണ്ട്. അത് പിന്നെ കാണാം. ഓക്കെ.